ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അമൂൽ മിൽക്ക് മെയ്ഡ്. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുമ്പോൾ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ അമൂലിൻ്റെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാൽപ്പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 2 കപ്പ് പാൽപ്പൊടിക്ക് 3/4 കപ്പ് പഞ്ചസാര, പിന്നെ 1.5 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം. അപ്പോൾ ഇതും കൂടി ഒഴിച്ച് നന്നായിട്ട് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് ഇതിലെ കട്ടയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൊണ്ടാവുന്നതാണ്. അപ്പോൾ ഇതും വെച്ച് എവിടെയും പോകരുത്. നോൺ സ്റ്റിക്ക് ആണെങ്കിലും അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അടിയിൽ പിടിച്ചാൽ ടേസ്റ്റൊക്കെ മാറി വേറൊരു ടേസ്റ്റ് ആവും. പിന്നെ ഈ മിൽക്ക് മെയ്ഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പിലാണെങ്കിൽ 1 കപ്പ് പാൽപ്പൊടിയിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിനൊക്കെ അങ്ങോട്ട് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. 1.5 മിനിറ്റ് കൊണ്ട് എനിക്ക് ഇത്ര തിക്നെസ്സായി കിട്ടി. അപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ 2 മിനിറ്റ്, കറക്റ്റ് 2 മിനിറ്റായി. ഇത് വെക്കും തോറും നല്ല തിക്കായി വരും. തണുക്കും തോറും ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കുറച്ചും കൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ഒരു 3/4 ടീസ്പൂൺ പശുവിൻ നെയ്യ്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പശുവിൻ നെയ്യും നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് നമുക്കിത് തണുക്കാനായി വെക്കാം. പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഈ പശുവിൻ നെയ്യും കൂടി ചേർത്താലേ നമുക്ക് ഈ ഒറിജിനൽ മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ പാലിൽ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഒരുപാട് ടൈം നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഇതാകുമ്പം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ള മിൽക്ക് മെയ്ഡുമാണ്. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാൽപ്പൊടിയിൽ തരികൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നല്ലൊരു ഉണങ്ങിയ മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന ആ പെർഫെക്ഷനിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് കിട്ടുകയുള്ളൂ. ഇനി അടിച്ചെടുത്തിട്ടില്ല ഒരു കുഴപ്പമില്ല. നമുക്ക് നേരിട്ടിട്ട് പുഡിങ്ങിലും ജ്യൂസിലും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പാത്രമൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടി കട്ടിയുള്ള പാത്രം എടുക്കുക. പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതിവിടെ അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടിച്ച് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായ പോലെ തോന്നും. പക്ഷേ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. നല്ല കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ആ തിക്നെസ്സിൽ വരും കുറച്ച് തണുക്കുമ്പോൾ. ഞാനിവിടെ ഒഴിഞ്ഞ അമൂലിൻ്റെ മിൽക്ക് മെയ്ഡിൻ്റെ ബോട്ടിൽ തന്നെയാണ് എടുത്തത്. പിന്നെ ഒരു ഗ്ലാസ് ജാറും. അപ്പോൾ നമുക്ക്
ഗ്ലാസ് ജാറിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിതിപ്പം പുഡിങ്ങിനും ജ്യൂസിനും വേണ്ടിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 കപ്പ് അളവിൽ കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയാ ആവശ്യം അതിന് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 2 ബോട്ടിൽ ഉണ്ട്. നമുക്ക് 4 പുഡിങ് വരെ ഇതിനെക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ജ്യൂസിലും പുഡിങ്ങിലൊക്കെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറയാനില്ലല്ലോ. കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. ഈസി അല്ലേ? അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.